നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. പെരുന്നാളായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ പൊരിച്ച കോഴി വെച്ചിട്ട് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ, പിന്നെ ഒരു ലെമൺ പിഴിഞ്ഞത് അതോട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ സവാളയും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ കോഴി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പണ്ടെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഹെൽത്തൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ പെരുന്നാളായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇനിയിപ്പോൾ എല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒരു ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ വയനല. അപ്പം ഞാൻ അരി ഒരു 3 ഗ്ലാസ് നമ്മുടെ ജീരകശാല അരി നേരത്തെ കുതിർത്ത് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒരു 5.5 ഗ്ലാസ് വെള്ളം മതി. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കോഴി പൊരിച്ച് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ കുടം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4-5 പച്ചമുളക് അതും കൂടി ചതച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ബിരിയാണി മസാല, പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഞാനിതിൽ ചേർത്തിട്ടില്ല. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ചോപ്പറിലൊന്നാക്കിയതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു 2 വലിയ സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചോറ് വറ്റിച്ച് വെച്ചിരിക്കുകയല്ലേ, കുറച്ച് ചോറെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടാനായിട്ട് ലെയർ ആക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം ചോറിൻ്റെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് സവാളയും കുറച്ച് കിസ്മിസൊക്കെ, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഇനി ഇതിൻ്റെ മീതെ കുറച്ചുകൂടി ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് ഞാനിത് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പാലിൽ
കുങ്കുമപ്പൂവില്ലേ അത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദാ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഒരു രുചിയും പിന്നെ കുറച്ച് എന്താ മഞ്ഞ കളറൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരല്പം നെയ്യിട്ട് കൊടുക്കാം. വീണ്ടും ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ചോറിട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് വറുത്ത സവാളയും കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്ത് നമ്മളിതിനെ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ദമ്മിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ദോശക്കല്ലിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, കനമുള്ളത് എന്തെങ്കിലും അതിൻ്റെ മീതെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരം ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ തുറന്ന് നോക്കി, ഹമ്പോ അടിപൊളി നല്ല സ്മെല്ലാണ് കേട്ടോ. ഒരു ബിരിയാണി മസാലയോ പുറത്തുനിന്ന് മസാലയോ എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതാ ഒരു സെർവിങ് ഡിഷിലേക്ക് ഇതാക്കിയിട്ട് പ്ലേറ്റിലേക്ക് കമത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു സലാഡും ഒക്കെ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നോളൂ. പെരുന്നാളിന് എല്ലാവർക്കും ആശംസകൾ.